ലോസ് ആഞ്ചൽസിൽ ഈറ്റൺ ഫയർ സ്റ്റാർട്ട് ചെയ്ത മലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ തീയൊക്കെ പോയി പുതിയ മഴ പെയ്യാനുള്ള കാർമേഘങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ലേ, എന്താ ഭംഗിയല്ലേ, അടിപൊളിയായി. തീയിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇതോടുകൂടി മാറാനുള്ള സാഹചര്യങ്ങളാണ് നമ്മളിനി കാണുന്നത്. നമ്മൾ ഒരു 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു മഴ ഇവിടെ വരുമെന്നുള്ള പറഞ്ഞിരുന്നു. ശനിയാഴ്ച മുതലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ശനിയാഴ്ച രാവിലെ പെയ്തില്ല, ഇപ്പം 3:30 അപ്പം ഇനിയിപ്പോൾ എന്തായാലും മഴ പെയ്യുമെന്ന് വിചാരിക്കാം. ശനി, ഞായർ, തിങ്കൾ, ചിലപ്പോൾ ചൊവ്വാഴ്ച വരെ മഴയുണ്ടാവുമെന്നാണ് പ്രഡിക്ഷൻ. അപ്പോൾ നമ്മളിതാ ഒരു പ്രോഗ്രാമിന് പോവാണ്. ഇന്ന് ഐഷയുടെയും മോൻ്റെയും ഒരു ഡാൻസ് ഉണ്ട്. ഇവിടെ ഒരു സംക്രാന്തി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഐഷയൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നു. ഒരു ഹായ് പറഞ്ഞേ. യെസ് മോനു, യെസ്, ഡാൻസ് വേഷത്തിലാണ് കേട്ടോ, ഡാൻസ് കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ തീ കത്തിയ ഏരിയയിലാണ് കേട്ടോ അത്രയും കാർമേഘം കാണുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കുറച്ച് കാർമേഘം ഇല്ലാത്ത ഏരിയ ഉണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് റൈറ്റ് ഭാഗത്തേക്കാണ്. അങ്ങോട്ടേക്കും ആ ഭാഗം എന്ന് പറയുമ്പോൾ വീണ്ടും കടലിൻ്റെ സൈഡായിട്ട് വരും. അങ്ങോട്ടേക്ക് വീണ്ടും കാർമേഘം കാണാം. പിന്നെ നമ്മുടെ ബാക്കിലേക്ക്, അതങ്ങോട്ടേക്ക് ഈസ്റ്റ് സൈഡാണ്, ബാക്കിലേക്കാണ് ലോസ് ആഞ്ചൽസ് വരുന്നത്, ആ സൈഡിലേക്ക്. അങ്ങോട്ടേക്കും നല്ല കാർമേഘമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെയാണ്, നമ്മുടെ ബാക്ക് സൈഡിലേക്കാണ് അധികം കത്തിയത്. അപ്പോൾ നമ്മുടെ ലൈവൊക്കെ അവസാനിച്ചായിരുന്നു. നമ്മുടെ വലിയ ഫയർ ഇവിടെ തീർന്ന സമയത്ത് നമ്മൾ ലൈവൊക്കെ അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ നിലവിലെ ഒരു അപ്ഡേറ്റ് ഏതായാലും പറയാം. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ ഏറ്റവും ഭീതികരമായിട്ട് ആദ്യം തുടങ്ങിയ ആ ഒരു ഫയർ പാലിസൈഡ് ഫയറാണ്. അത് നിലവിൽ 81% കൺട്രോൾഡ് ആയിട്ടുണ്ട്. രണ്ടാമത് തുടങ്ങിയ ഈറ്റൺ ഫയർ, അത് ഏകദേശം 17-18ഓളം പേര് മരണപ്പെട്ട് അത് നിലവിൽ 95% കൺട്രോൾഡ് ആയിട്ടുണ്ട്. കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും അതിൻ്റെ മൊത്തത്തിലൊരു നല്ല രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവർ ഈ ഇത്ര പെർസെൻറ്റേജ് ഇടുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ആ ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തീവ്രമായ ഒരു അപ്ഡേറ്റുകളൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ ആ ഒരു ഒരുപാട് മെറ്റലും കാറുകളും അതൊക്കെ കത്തിപ്പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇനി വല്ല ഫയർ അവശേഷിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ ഇവരിനിപ്പോൾ ഈ ഒരു 100% കൺട്രോളൊന്ന് കാണിക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി മൂന്നാമത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ലോസ് ആഞ്ചൽസിൽ തുടങ്ങിയ ആ ഒരു ഫയർ നിലവിലിപ്പം 87% കൺട്രോൾഡ് ആയിട്ടുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് ഓൾമോസ്റ്റ് കൺട്രോൾഡ് ആയി എന്നുള്ളത്. ഒന്നും ഒരു 100% എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നില്ല. വലിയ ഫയറുകൾ, ചെറിയ ചെറിയ ഫയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ 100% കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വലിയ ഫയറുകൾ അങ്ങനെ 100% ഒന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നിലവിൽ കാലിഫോർണിയയിൽ, ലോസ് ആഞ്ചൽസിൽ എല്ലാം കൺട്രോൾഡ് ആണ്. കാലിഫോർണിയ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൺട്രോൾഡ് അല്ലാതെ നിൽക്കുന്ന ഒരു ഫയർ എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ബോർഡർ ഫയർ എന്ന് പറഞ്ഞിട്ട്, ബോർഡർ ടു ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാൻഡിയാഗോ, കാലിഫോർണിയ സ്റ്റേറ്റിൽ തന്നെ സാൻഡിയാഗോ സിറ്റിനോട്, സാൻഡിയാഗോ ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിൽ, ഫോറസ്റ്റിനോട് ചേർന്നും എന്നാൽ കുറച്ച് ഈ പറയുന്ന വീടുകളോടൊക്കെ ചേർന്നായിട്ടുള്ളൊരു ഫയറാണത്. അത് ഇതുവരെയും കൺട്രോൾഡ് പൂർണ്ണമായിട്ടും ആയിട്ടില്ല. അത് 10% കൺട്രോൾഡ് ആയിട്ടുള്ളൂ. കൂടാതെ ഒരു എന്താ പറയുക 6600ഓളം ഏക്കർ ഇതുവരെയും കത്തിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ അങ്ങോട്ടേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് അത്യാവശ്യം ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ദൂരമുണ്ട് സാന്റിയാഗോയിലേക്ക്. ഇത് കണ്ടില്ലേ, ആ സൈഡിലാണ് ലോസ് ആഞ്ചൽസ് വരുന്നത്, ആ സൈഡിലാണ് നമ്മുടെ വീട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മുടെ ഈറ്റൺ ഫയർ ഉണ്ടായ മലയാണ് ആ കാണുന്നത്. ഫുള്ള് കാർമേഘമാണ്. വളരെ ആശ്വാസകരമായ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ ഈ ഏരിയയിൽ ഈസ്റ്റ് സൈഡിലേക്ക് കുറച്ചാണ് അവിടെ കാർമേഘം ഇല്ലാത്തേ ഉള്ളൂ. അങ്ങോട്ടേക്ക് ഇതുവരെയും കാര്യമായൊരു ഫയർ ഉണ്ടായില്ലായിരുന്നു. എന്നാൽ റിവർ സൈഡ് എന്ന് പറയുന്ന കൗണ്ടിയൊക്കെ ആ സൈഡിലായിട്ട് വരും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ലോസ് ആഞ്ചൽസിൻ്റെ സൗത്ത് ഭാഗത്തേക്കാണ്, ലോങ് ബീച്ച് എന്നൊക്കെ പറയുന്നുള്ള ഏരിയയിലേക്ക്. അപ്പോൾ അവിടെ ഓറഞ്ച് കൗണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഉള്ളത്. പിന്നെ വേറെ എന്താണ്, നമുക്കിനി ഇവിടെ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഒരുപാട് എന്താ പറയുന്നത് ഒരു ഊർജം നൽകിയിട്ടുണ്ട് ലോസ് ആഞ്ചൽസിന്. എന്തായാലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോസ് ആഞ്ചിന് എന്താ പറയുക ഏഞ്ചലിനോസ്
അപ്പോൾ നമുക്കിനി അവിടെ എത്തിയതിന് ശേഷം കാണാം. ഹായ്. Hi. Hello. Do you have your wristbands, please? We need? Okay. Yeah, you get them right over here. Over here. Okay, thank you. Thank you. നമ്മളിവിടുന്ന് റിസ്റ്റ് ബാൻഡൊക്കെ മേടിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശനമുള്ളൂ. $40 കൊടുത്ത് ഇവിടെ ടിക്കറ്റ് എടുക്കണം. 4 ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് $10 വെച്ചിട്ട് 4 പേര് നമ്മൾ ടിക്കറ്റ് എടുത്തു. താങ്ക് യു. നമ്മൾ പ്രോഗ്രാമിലേക്ക് എത്തി. ഓപ്പൺ എയറിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എന്തായാലും പല പ്രോഗ്രാമുകളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഔട്ട്ഡോറാണ് നടക്കുന്നത്. ഒരുപാട് ഫുഡ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് പോയ പല പ്രോഗ്രാമിലും നമ്മളിതുപോലെ ഫുഡ് കൗണ്ടറും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങോട്ടേക്കും കുറേ ഫുഡ് കൗണ്ടറുകളൊക്കെ കാണാം. പിന്നെ ഇങ്ങോട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അവിടെ എന്താ പരിപാടിയൊന്നും പോയി നോക്കിയിട്ട് വരാം. ഇങ്ങോട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയും എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 സ്ഥലത്തായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഇവിടെ ആയിരുന്നു എന്ന് സംശയമുണ്ട്. ഇതൊരു ക്യൂ ആണല്ലോ, എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ല. വലിയൊരു ക്യൂ ആണല്ലോ. നമ്മൾ ക്യൂവിൻ്റെ നടുക്ക് വിട്ടാണ്. പ്രോഗ്രാമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. പക്ഷേ ഇത് ഭക്ഷണത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം. ഇവർ ഈ കൂപ്പണിൻ്റെ ഒപ്പം ചിലപ്പോൾ ഫുഡും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനായിരിക്കും മിക്കവാറും. അതെ അതെ. ആന്ധ്ര തെലുഗു അസോസിയേഷനാണ്. അപ്പം എന്താ പറയുന്നത്, വെജിറ്റേറിയൻ ആയിരിക്കും ഫുഡ്. ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറിയൊക്കെ നിൽക്കുന്നു. അല്ലല്ലേ, ഒരു മലയാളി പ്രോഗ്രാം ഇങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആളുകൾ എല്ലായിടത്തോടെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ പ്രോഗ്രാമിലുപരി ഇവിടെ മെയിനായിട്ട് ഭക്ഷണം കൂടിയുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിനി ഓഡിറ്റോറിയത്തിൽ അകത്തേക്ക് കുട്ടികളുടെ പ്രോഗ്രാം കാണാനായിട്ട് പോവുകയാണ്.
रहता है मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है నువ్వు ఎత్తుకున్న రాగం ఏంటి తీసుకున్న తాళం ఏంటి మాట ఉండగానే మనం నువ్వు పాడుతున్న టెంపో అయినా తగిన 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 తగిలింది 2-4 తగిన 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 6-8 Where's the romance? I want romance. Yes. Rose, 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 roja puva, roja puva, puva, puva. Roja, 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 pusta vanna, pumi dunga, nammi dunga. తమ్ముడు మాకు కొంచెం చేంజ్ కావాలమ్మా దరువు మార్చి కొత్త సౌండ్ వేసుకోండి రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబనోళ్ళు నేను బెసిరి కళాకారుల ఫ్యామిలీ మరి నే గచ్చ కడితే నిద్రపోదు నిండు రాత్రి కుర్చీని మాట్లాడండి ఏం సాంగ్ సెలెక్షన్ అండి అసలు ఎవరు సెలెక్ట్ చేశారు ఒక ఓ వేసుకోండి వాళ్ళకి లాంగ్వేజ్ తో పని లేదు ఎక్కడ మాసు బీటు నాటు అన్ని కలిపేసి చేసేసారు ఇరగదీశారు అమ్మాయిలు అబ్బాయిలు ఆసమ్ థ్యాంక్ యూ సో మచ్ సో నెక్స్ట్ వీ హ్యావ్ కమింగ్ అప్ ఈస్ట్ వెస్ట్ డ్రాగన్స్ അടിപൊളിയായിരുന്നു മോനെ കൺഗ്രാറ്റ്സ് ട്രോഫി കിട്ടിയോ ട്രോഫി കിട്ടിയോ അടിപൊളി അടിപൊളി ഐഷ എവിടെ ഹായ് കൊള്ളാം അടിപൊളി ഐഷ സൂപ്പർ അടിപൊളി ഡാൻസ് ആയിരുന്നല്ലോ കൺഗ്രാജുലേഷൻസ് സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാമുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പോരുകയാണ് കാരണം പ്രത്യേകിച്ച് എന്താ ആന്ധ്ര ബേസ്ഡ് പ്രോഗ്രാമാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഡാൻസ് അല്ലാതെ വേറെ പരിപാടികളൊന്നും മനസ്സിലാവില്ല തന്നെയല്ല ഇപ്പോൾ നമ്മൾ അടുത്തടുത്ത് കുറച്ച് താങ്ക് യു അടുപ്പിച്ച് നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ ഒരുപാട് ലേറ്റായില്ലേ നമ്മുടെ പുറത്തിറങ്ങിയിട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ അതാണ് നമുക്കൊരു സങ്കടം എന്തായാലും രാത്രിയോടുകൂടി മഴ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് കളിച്ചിട്ട് രണ്ടുപേർക്കും ആണോ നല്ല എനർജി ആയിരുന്നു രണ്ടുപേരും സോ മച്ച് എനർജി ആയിരുന്നു അല്ലേ എന്തായാലും ഒരുപാട് ഇമ്പ്രൂവ് ആയി കുട്ടികളല്ലേ ഡാൻസിൽ നല്ല ശരിക്കും നല്ല ആക്റ്റീവായി ഡാൻസ് എനർജിയായി എന്തായാലും നമ്മുടെ ചെറിയൊരു വീഡിയോ അധികം വിശേഷമൊന്നുമില്ലായിരുന്നു കുട്ടികളുടെ ഈ പ്രോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ